മിനിങ്ങളെ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാന ഭാഗത്താണ് ഉള്ളു. അള്ളാഹു നമ്മുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ പണ്ട് ശവ്വാൽ തിങ്കളായിട്ടിരിക്കുന്നത് പെരുന്നാൾ ദിവസം ചൊല്ലത് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ള, റബ്ബിനോട് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങാനുള്ള ജാവും പോളും ആയിട്ടിരിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് പെരുന്നാൾ ദിവസവും, അതായത് ഈദുൽ ഫിത്റും ഈദുൽ അൽഹ, ഈ രണ്ട് പെരുന്നാൾ ദിവസത്തിൽ അന്നത്തെ ജാവു വിക്റ് കൊണ്ട് ആ ജാവുടെ ഹയാത്താക്കൽ സുന്നത്തുണ്ട്. വിക്റ് ചൊന്നിട്ട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അല്ലാഹു അക്ബർ ഇതുപോലെയുള്ള വിക്റ് ചൊന്നിട്ട് ആ ജാവുടെ ഹയാത്താക്കൽ സുന്നത്താണ്. അതേപോലെ വസ്വലാത്തി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊന്നിട്ടും അതല്ലാത്ത നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ആ ജാവുടെ ഹയാത്താക്കല് സുന്നത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹദീസാണ്, മൻ അഹ്യാ ലൈലത്തൽ ഈദി, രണ്ട് പെരുന്നാൾ ദിവസത്തിന്റെ ജാവുടെ ഒരുത്തം ഹയാത്താക്കിയെങ്കിൽ ലം യമുസ് ഖൽബുഹു യൗമ തമൂത്തുൽ ഖുലൂബ്, എല്ലാ കൽബുകളും ചത്തുപോകുന്ന ദിവസമുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ എല്ലാവരും പേടിച്ച് വിറച്ച് അവരെ കൽബുകളെല്ലാം നശിച്ചു പോകും, ചത്തുപോകും. ആ സമയത്ത് പെരുന്നാൾ രണ്ട് ദിവസത്തിൽ ദിക്റ് കൊണ്ടും സ്വലാത്ത് കൊണ്ട് ദുആ കൊണ്ട് ഹയാത്താക്കിയാൽ ലം യമുസ് ഖൽബുഹു, അവന്റെ കൽബിനിക്ക് മരണം ഉണ്ടാവുകയില്ല, അവന്റെ ഹൃദയത്തിനിക്ക് മരണം ഉണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതേപോലെ മൻ ഖാമ ലൈലത്തൽ ഈദൈനി ലില്ലാഹി മുഹ്തസിബൻ, ഒരാൾ രണ്ട് പെരുന്നാൾ ദിവസത്തിന്റെ ജാവുലി സുന്നത്ത് നിസ്കാരം നിർവഹിച്ചെങ്കിൽ അവന്റെ ഹൃദയം ചാവൂല, ഹൃദയത്തിനിക്ക് മരണം ഉണ്ടാകൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സയ്യിനു അഅയാദകും ബിത്തക്ബീർ, നിങ്ങൾക്കുള്ള പെരുന്നാൾ ദിവസത്തെ തക്ബീർ കൊണ്ട് നിങ്ങൾ ചന്താക്കി, തക്ബീർ ചൊന്നിട്ട് ആ ദിവസത്തെ നിങ്ങൾ ഭംഗിയാക്കുവീൻ. സയ്യിനു, നിങ്ങൾ ഭംഗിയാക്കുറു, ചന്താക്കുറു. അഅയാദകും ബിത്തക്ബീർ, നിങ്ങൾക്കുള്ള പെരുന്നാൾ ദിവസങ്ങളെ, പെരുന്നാളുകളെ തക്ബീർ കൊണ്ട് എന്താക്കിയും ഭംഗിയാക്കിയും ചൊന്നിട്ടു സയ്യിദുനാ റസൂലുള്ളാഹി. അതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻദത്തെ ജാഉം അൻദത്തെ പോളും ചെന്ന തക്ബീർ ചൊല്ലുക ചൊന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലെ, ഒരാള് മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊന്ന യൗമൽ ഈദ്, പെരുന്നാൾ ദിവസം എത്ര വട്ടം? സലാസമിയത്ത മറ, 300 വട്ടം. ഒരാൾ പെരുന്നാൾ ദിവസം എപ്പോഴും ആവും, പെരുന്നാൾ ദിവസം 300 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊന്നെങ്കിൽ അംവാത്തിൽ മുസ്ലിമീന, എന്നിട്ട് അതിന്റെ മിത്ര സവാബ്, അതിന്റെ പ്രതിഫലത്തെ മരിച്ചു പോയവർക്ക് എന്താക്കിയ ഹദിയാക്കിയ എങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലെ, ദഖല ഫീ കുല്ലി ഖബ്രിൻ അൽഫു നൂർ, എല്ലാ മുസ്ലിമീങ്ങൾക്കുള്ള ഖബറിലേക്ക് 1000 അള്ളാഹുവിന്റെ പ്രകാശം കടന്നു പോകും. അവന്റെ കുടുംബത്തിൽ മരിച്ചു പോയവൻ ചെന്നതല്ല, ലോകത്ത് മുസ്ലിമീങ്ങൾ ആരെല്ലാം മരിച്ചിട്ട് ഖബറിൽ ഉള്ളാറ്, അങ്ങനെ ഖബറിലേക്ക് 1000 പ്രകാശം എന്താക്കും, കടന്നു പോകും. വയജ്അലുല്ലാഹു ഫീ ഖബ്രിഹി ഇദാ മാത അൽഫ നൂർ, ഇനി ചൊന്ന വ്യക്തി എപ്പ മരിച്ചിട്ട് ആ മരിച്ചെങ്കിൽ അവന്റെ ഖബറിലേക്കും 1000 പ്രകാശത്തെ അള്ളാഹു കടത്തും. പണിയെടുക്കേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എത്ര വട്ടം? 300 വട്ടം. അതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലെ, ഒരാൾ പെരുന്നാൾ ദിവസത്തിൽ സുബഹി നിസ്കരിച്ചതിന് പിന്നെ, അതായത് ഈ സുബഹി നിസ്കാരം കഴിഞ്ഞത് പിന്നെ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊന്നെങ്കിൽ, 100 വട്ടം ഇസ്തിഗ്ഫാറും ചൊന്നെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ലാ യബ്ഖാ മിൻ ദീവാനിഹി ശൈഉൻ മിനൽ ദുനൂബി ഇല്ലാ മുഹിയ അൻഹു വയകൂനു യൗമൽ ഖിയാമത്തി ആമിനൻ മിൻ അദാബില്ലാഹ്. ഒരാൾ പെരുന്നാൾ ദിവസം സുബഹി നിസ്കാരത്തിന്റെ ശേഷം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊന്നെങ്കിൽ
അവന്റെ എല്ലാ ചെറുദോഷത്തെ അവന്റെ കിതാബിനിട്ട് മായ്ക്കപ്പെടും. അവന്റെ ജീവിതത്തിൽ ആക്കിയോ ചെറിയ ചെറിയ തപ്പു അതെല്ലാം അവന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. ആ പെരുന്നാൾ ദിവസം സുബഹിസ്കാരത്തിന്റെ ദിവസം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊന്നെങ്കിൽ അതാ എല്ലവും മായ്ക്കപ്പെടും. മാത്രമല്ല വയകൂന യൗമൽ ഖിയാമത്തി ആമിനൻ മിൻ അദാബില്ലാഹ്, അള്ളാഹുവിന്റെ അദാബിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ വിട്ട് ഖിയാമത്ത് നാളിൽ അവൻ നിർഭയത്വം ഉള്ളവനാകും, അവനക്ക് സലാമത്തുണ്ടാകും, രക്ഷ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അതേപോലെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലെ, ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ പെരുന്നാൾ നിസ്കാരത്തിന് മുന്നോളൂ 400 വട്ടം ചൊന്നെങ്കിൽ, 400 വട്ടം ഇപ്പൊ ചൊന്ന ഈ ദിക്ർ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ, അതാ അവനിക്ക് സ്വർഗീയ ഹൂറുൽ ഐനീങ്ങളായ സ്ത്രീകളെ അള്ളാഹു വിവാഹം ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ നിഅമത്താണത്, അനുഗ്രഹമാണ്. അള്ളാഹു അതവനിക്ക് കൊടുക്കും. മാത്രമല്ല സ്വർഗലോകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗലോകത്തിൽ അവനിക്ക് എന്താകും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടം മലായികങ്ങളെ അന്ത്യനാൾ വരെ അവിടെ എന്താക്കപ്പെടും, നിയമിക്കപ്പെടും. അങ്ങനെ സ്വരേന്ദ്രെ ആ സ്വർഗത്തിൽ ഈ 400 വട്ടം ഈ ദിക്ർ ചൊന്ന ആളുകൾ വലിയ വലിയ പട്ടണങ്ങളും അതേപോലെ വലിയ 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 മരങ്ങളും നട്ടുപിടിപ്പിക്കുന്ന സ്വറ ആയിട്ടിത്. നാളെ ആഖിറത്ത് എത്തുമ്പോൾ ഈ ചൊന്ന ആൾക്ക് ഒരു തോട്ടം തന്നെ, ദിക്റിന്റെയും തസ്ബീഹിന്റെയും തഹ്ലീലിന്റെയും ഒരു തോട്ടം തന്നെ സ്വർഗത്തിൽ മലക്ക് നിർമ്മിച്ചു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എടുക്കേണ്ട പണി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റാണ് പറയേണ്ടത്. ഇതുപോലെയുള്ള ദിക്റുകളെല്ലാം പറഞ്ഞെങ്കിൽ ഇബ്ലീസിനൊക്കെ വല്ലാത്ത ബേജാറാകും, ഇബ്ലീസ് ബുൾപ്പെടും. അതേ സമയത്ത് ദിക്റ് ചൊല്ലാട്ട് ദുനിയാവിന്റെ ആഡംബര ജീവിതത്തിലായിട്ട് ഹറാമുമായിട്ട് അന്നത്തെ ദിവസത്തെ ഞങ്ങൾ ചെലവാക്കിയെങ്കിൽ ഇബ്ലീസിക്ക് വലിയ കുസിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അഅ്മാലുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർറാഹിമായ അല്ലാഹ്, നമ്മുടെ ഖുർആൻ ക്ലാസ് നീ കബൂലാക്കണം റഹ്മാനെ. സൂറത്ത് മുൽക്ക് റമളാൻ 1 മുതൽ ഇന്നലെ വരെ ഞങ്ങൾ ക്ലാസ് എടുത്തു. അല്ലാഹ് നീ ഞങ്ങളെ വക്കൽന്ന് കബൂലാക്കണം റഹ്മാനെ. എന്തെങ്കിലും ഖത്ഉകൾ, കുറവുകൾ, ഐബുകൾ, നുഖ്സാനിയത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് ഞങ്ങൾക്ക് നീ മാഫാക്കണം റഹ്മാനെ. ആ ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹൃദയത്തിനേക്ക് നീ പ്രകാശം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ അഫു ചെയ്യണം റഹ്മാനെ. നാളെ മരിച്ചാൽ ഖബറിലെത്തിയാൽ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നൊരു അമലായി നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ സ്വർഗത്തിലേക്ക് ശഫാഅത്ത് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അമലായി ഞങ്ങളെ വക്കൽന്ന് കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണം അല്ലാഹ്. ഞങ്ങളെ ഹലാലായ ഉദ്ദേശം നീ പൂർത്തീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ബാണിയത്തിലും പണിയും നീ ധാരാളം ഖൈറ്, ബറക്കത്ത്, നിഅമത്ത് നീ ചൊരിക്കണം അല്ലാഹ്. നിന്റെ മഹാന്മാരെ കാവല് കൊണ്ട് നീ കാവലാകണം അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ നീ തീർക്കണം അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണം റഹ്മാനെ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്കാർക്കും ക്യാൻസർ രോഗം തരല്ല അല്ലാഹ്, എയ്ഡ്സ് രോഗം തരല്ല അല്ലാഹ്. ഖുർആൻ ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹാർട്ടിനിക്കോ കിഡ്നിക്കോ ലിവറിനോ ഒരു കുറവും ഒരു തല്ല അല്ലാഹ്.
ഞങ്ങളെ കാഴ്ചക്കും കേൾവിക്കോ കാഴ്ചക്കോ ബുദ്ധിക്കോ മരിക്കുന്ന കാലം വരെ ഒരു കുറവും വരുത്തല്ല അല്ലാ. പൂർണ്ണമായ ആഫിയത്ത് ആരോഗ്യം ഞങ്ങൾക്ക് നീ തരണം അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ നീ ഐബാക്കല്ല റഹ്മാനെ, ഒരാളെ മുമ്പിലും ഫളീഹത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും കുറവാക്കല്ല അല്ലാ. വലില്ലാഹിൽ ഇസ്സത്ത് വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഈ ഖുർആൻ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ഇസ്സത്ത് കൊണ്ട് ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ, ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ. ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് പേരും പ്രശസ്തിയില്ലെങ്കിലും അല്ലാ, നിന്റെ ഹദ്റത്തിൽ എത്തുമ്പോൾ ഉന്നത സ്ഥാനം ഞങ്ങൾക്ക് നീ തരണം അല്ലാ, ഉന്നത സ്ഥാനം ഞങ്ങൾക്ക് നീ തരണം അല്ലാ. ഞങ്ങളെ മരിച്ചുപോയ ഉമ്മവാപ്പക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബർ ജീവിതം സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള ഉമ്മവാപ്പക്ക് നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. നിങ്ങളെ ഭാര്യ മക്കളുടെ രോഗം ശിഫയാക്കണേ അല്ലാ, അവർക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് റഹ്മാനെ, നല്ല മാർക്കോടെ ഉന്നത റാങ്കോടെ ഞങ്ങളെ മക്കളെ നീ വിജയിപ്പിക്കണം അല്ലാ. നല്ല ബുദ്ധിശക്തിയും ഹിഫ്ള് ശക്തിയും ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇത് അവസാനത്തെ റമളാനാക്കല്ല റഹ്മാനെ, ജീവിതത്തിൽ ഒരുപാട് റമളാൻ മാസത്തെ സ്വാഗതം ചെയ്യാൻ, തറാവീഹ് നിസ്കാരം നിർവഹിക്കാൻ, ഖുർആൻ ഓതാൻ, റമളാൻ മുഴുവൻ നോമ്പ് നോക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. എല്ലാ അപകട മുസീബത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാ. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ എല്ലാവരോടും നല്ല വസിയ്യത്ത് പറഞ്ഞ് ഖിബ്ലയിലേക്ക് മുന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട പൂമുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി ജുമുഅ രാത്രിയോ പകലോ റമളാനിലായി ഞങ്ങളെ റൂഹിനെ നീ പൊടിക്കണേ അല്ലാ, ഞങ്ങളെ റൂഹിനെ നീ പൊടിക്കണേ അല്ലാ. ഈ ഖുർആൻ ക്ലാസിന് വേണ്ടി അല്ലാഹു ഇവിടെയും അതേപോലെ പല സ്ഥലത്തും ഇതിനെ കേട്ടവരുണ്ട് അല്ലാ, ഇത് കേട്ട് ആമീൻ പറഞ്ഞവരുണ്ട് അല്ലാ. അല്ലാഹുവേ, എല്ലാവരും നീ കബൂലാക്കണം അല്ലാ. എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കണേ അല്ലാ. ഇത് ആഖിറത്തിലെത്തുമ്പോൾ സ്വർഗത്തിലെത്താനുള്ള ഒരു സ്വാലിഹായ സൽക്കർമ്മമായിട്ട്, ഒരു ഇബാദത്തായിട്ട്, ഒരു അമലായിട്ട് ഞങ്ങളെ വക്കൽ നീ കബൂലാക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.